നമസ്കാരം, ഞാൻ ഡോക്ടർ അനില സേതുമാധവൻ. ഞാൻ കോട്ടക്കൽ ആയുർവേദശാല ഫറൂഖ് ലീഡർഷിപ്പിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. നാം ഇന്നൊരു COVID-19 എന്ന മഹാമാരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, കൈ സോപ്പിട്ട് കഴുകുകയും നമ്മൾ മെയിൻലി വ്യക്തി ശുചിത്വം പാലിക്കാനും പറയും. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതായത് ഒരുപാട് ആളുകൾ കൂടുന്ന ക്രൗഡ്സ് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, എപ്പോഴും നിലത്ത് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ പുറ സ്ഥലങ്ങളിൽ തുപ്പാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഇതിനെതിരെയുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കേട്ടുവരികയാണ് ഇമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഇമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ കൂടുതൽ ബോധവാന്മാരാവുന്നത്. എന്തൊക്കെ ചെയ്യാം, നമ്മുടെ ശരീരബലത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ കഴിക്കാം, എങ്ങനെ നമ്മുടെ ജീവിതശൈലികളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം. അപ്പോൾ ജീവിതശൈലി എന്ന് പറയുമ്പോൾ അതിൽ ഭക്ഷണ രീതി വരും, അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും വരും. അപ്പോൾ എങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മളിപ്പോൾ കൂടുതൽ ബോധവാന്മാരായിരിക്കുന്നത് ഒരവസ്ഥയാണ്. ഇന്നും നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് സ്ത്രീകളുടെ ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഹെൽത്ത് എന്ന് പറയും. അതായത് സ്ത്രീ സൗഖ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ക്രോഡീകരിച്ച് പറയാം. സ്ത്രീ സൗഖ്യം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് അവരുടെ മെൻ്റൽ ഹെൽത്താണ്. കാരണം നമ്മൾ എപ്പോഴും ഇഗ്നോർ ചെയ്തു പോകുന്ന ഒരു ആസ്പെക്റ്റാണ് സ്ത്രീകളുടെ മെൻ്റൽ ഹെൽത്ത്. നമുക്ക് ഒരുപാട് ക്ലാസ്സസും എല്ലാം നമ്മൾ ഒരുപാട് അവെയറാണ്. അതായത് എന്തൊക്കെയാണ് മെൻസ്ട്രൽ പ്രോബ്ലംസ്, എങ്ങനെ വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഒരുപാട് അവെയർ ആവുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ ഒരു മെൻ്റൽ ആയിട്ടുള്ള ആ ഒരു ഫാക്ടറിന്, ആ മെൻ്റൽ ഹെൽത്തിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കിപ്പോഴും സംശയമാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലേഡീസിൽ ഇത്രയും ഒരു സംഘർഷം, അല്ലെങ്കിൽ ഒരു ലേഡീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘർഷമുള്ള ഒരു ഇതിലൂടെ കടന്നു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം അവരുടെ ഹോർമോണൽ ചേഞ്ചസ് ആണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യമായി ഋതുമതിയാവും. അതായത് ഒരു 13-14 വയസ്സിലാണ് സംഭവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അത് വളരെയധികം കുറഞ്ഞ് ഒരു 11 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ വയസ്സറിയിച്ചു വരുന്നുണ്ട്. അത് വലിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയല്ല. അത് നമ്മളുടെ എന്താ പറയുക തെറ്റായ ജീവിതശൈലി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പ്രായത്തിൽ ആദ്യമായി പീരിയഡ്സ് ആകുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഫിസിക്കലായി കുട്ടിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഇതെല്ലാം ആ മനസ്സിന് പൊരുത്തപ്പെട്ട് പോരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതൊന്നും അപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഇതൊക്കെ ആ കുട്ടി പോയി ചോദിക്കുക, ഒന്നുകിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന അമ്മയുടെ അടുത്തായിരിക്കും. അപ്പോൾ അവരൊക്കെ സാരമില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ മാറും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ മിക്കവാറും കുട്ടികൾക്ക് ഇറഗുലറായിട്ട് പീരിയഡ്സ് വരാറുണ്ട്. അതായത് ഒരു മാസം വന്നു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ മാസം വരില്ല, പിന്നെ കുറേ മാസം കഴിഞ്ഞ് വരും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ആദ്യത്തെ ഒരു വർഷം അങ്ങനെയാണ്, ഒരു പ്രശ്നമില്ല, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ എടുക്കാറ്. പക്ഷെ അതങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഈ ഋതുമതിയാവുന്ന കുട്ടി, നമ്മുടെ ഈ കുട്ടികളാണ് വലുതാവുമ്പോൾ അമ്മമാരാവുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഇന്ന് എത്രത്തോളമാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സിന് നമ്പർ കൂടിയിരിക്കുന്നത്. എന്താണ് അതിന് കാരണം? എന്തുകൊണ്ടാണ് ഇത്രയും നമ്പർ ഓഫ് ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സ് കൂടിയിരിക്കുന്നത്? മെയിൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സമയം തൊട്ടിട്ട്, ആ ഋതുമതി ആവുന്നത് തൊട്ടിട്ട് ആ കുട്ടിയുടെ ഭക്ഷണ രീതി, ആ കുട്ടിയുടെ പോഷണം, ഇതിലൊക്കെ നമ്മൾ അത്രയും ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ പോഷണം എന്ന് പറയുമ്പോൾ അമ്മമാരെല്ലാം വളരെയധികം ടെൻസ്ഡാണ്. എൻ്റെ കുട്ടി നന്നായി ഭക്ഷണം കഴിക്കുന്നില്ല, മാഡം അത് കഴിക്കുന്നില്ല, ഇത് കഴിക്കുന്നില്ല. അവൾക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനാണ്, അത് കൊടുത്താൽ മാത്രമേ അവൾ ചോറുണ്ണുള്ളൂ, അല്ലെങ്കിൽ അവൾ ഭക്ഷണം കഴിക്കില്ല. സോ മിക്കവാറും ദിവസം ഇതുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. എന്നാലും നമ്മളുടെ ആ കുട്ടിയുടെ പോഷണം എന്ന് പറയുന്ന കാര്യത്തിനോട് ഇത് കോപ്പപ്പ് ആവുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ പറയില്ലേ, ചിക്കൻ, മീറ്റ്സ് ഒക്കെ, മെയിൻലി ചിക്കൻ നമുക്ക് പറയാം, ഇതെല്ലാം ഡ്രഗ് ഇൻജെക്റ്റഡ് ആണ്. എന്നാൽ നമ്മൾ ഡ്രഗ് അല്ല, ഹോർമോൺ ഇൻജെക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൽ ഈസ്ട്രജൻ എല്ലാം കുത്തി വെച്ചിട്ടാണ് ഈ കോഴി പെട്ടെന്ന് വലുതായി ആ ഒരു തൂക്കത്തിലൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് നമ്മൾ ഈ ചെറുപ്പം തൊട്ട് പെൺകുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ അവരുടെ ബോഡിയിലും അതെ ഈ ഹോർമോണൽ സർജ് പെട്ടെന്ന് ഉണ്ടാവുകയാണ്. അതൊക്കെ തന്നെയാണ് പെട്ടെന്ന് കുട്ടികൾ ഋതുമതിയാവാനൊക്കെ ഉള്ള കാരണങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മിങ് ബാക്ക് ടു ദ മെൻ്റൽ സ്റ്റേറ്റസിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഋതുമതിയാകുമ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ ഒരുപാട് മെൻ്റൽ ടെൻഷൻസും കൺഫ്യൂഷൻസും ഉണ്ടാകും. കാരണം ആ സമയത്താണ് ശരിക്കും ഈ സ്ത്രീ ഹോർമോൺസിൻ്റെ ഒരു സർജ് ഉണ്ടാകുന്നത്. അതിനൊരു ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനൊരു കോർഡിനേഷൻ വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഓക്കെ, അപ്പം നമ്മൾ പറയുമ്പോൾ ഒരു 2, 3, 4 നമ്മൾ മാക്സിമം പറയുകയാണെങ്കിൽ ഒരു 4 സൈക്കിൾസ് ഇറഗുലർ ആവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇറഗുലർ ആവുകയാണെങ്കിൽ നിങ്ങളത് സാരമില്ല, അത് പോട്ടെ എന്ന് ചിന്തിക്കരുത്. എന്തായാലും ഒരു ഡോക്ടറെ
കാണിച്ച് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മൾ നോക്കണം. മിക്കവാറും ആ ഒരു ഹോർമോണൽ ആക്സസിന്റെ ഒരു പ്രോബ്ലം ആയിരിക്കും. ചെറിയ എന്തെങ്കിലും ഭക്ഷണത്തിലൊക്കെ ഉള്ള ഒരു ചേഞ്ച് വരുത്തി ആ കുട്ടിയുടെ ജീവിതശൈലി ഒന്ന് മാറ്റി ഇനി വേണമെങ്കിൽ കുറച്ച് മെഡിസിൻസും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് അത് മാറാവുന്ന ഒരു കണ്ടീഷനേ ഉള്ളൂ. പിന്നീട് നമ്മൾ കാണുന്ന ഈ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ടുള്ള, അതായത് നമ്മുടെ ഒരു മെന്റൽ ആഗനി എന്ന് തന്നെ പറയാനായിട്ട് വരുന്നതാണ് ഡിസ്മെനോറിയ. അതായത് ആ ഒരു സമയത്തുള്ള പെയിൻ. ഈ കുട്ടികൾ ഒരുപാട് പെയിൻ വരും ചില കുട്ടികൾക്ക്. കാരണം അവർ അമ്മമാർ വന്ന് പറയുന്നതൊക്കെ പിന്നെ വില്ലുപോലെ വളഞ്ഞിട്ടാണ് കുട്ടി ഉണ്ടാവുക, കുട്ടി എഴുന്നേക്കില്ല, കൂടുതൽ ഛർദ്ദിക്കും. അതൊക്കെ അസിഡിറ്റി കൂടുന്നത് കൊണ്ടാണ്. നന്നായി ഛർദ്ദിക്കും, സ്കൂളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ എക്സാംസ് ഉണ്ടെങ്കിൽ ആ എക്സാംസ് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. കാരണം അത്രത്തോളം ഒരു എന്താ പറയുക, നമ്മുടെ ആ കുട്ടിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഹാമ്പർ ചെയ്യാൻ തക്കോണം നിങ്ങളുടെ ആ ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് മാറി എന്ന് പറയുമ്പോൾ അതെന്തായാലും അതൊരു പ്രോബ്ലമാണ്. അത് നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിച്ചത് എന്തുകൊണ്ടാണ് ആ പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിക്കണം. കാരണം ഇതിൽ വരുന്ന ഒരു അപകട ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ അടുത്ത് ക്ലിനിക്സിൽ വരുന്ന കുട്ടികളായാലും പറയാം ഡോക്ടർ ഒരു കുഴപ്പമില്ല, അങ്ങനെ ജസ്റ്റ് വരുമ്പോൾ നമ്മളൊരു പെയിൻ കില്ലർ കഴിക്കും, അതിന് ശേഷം അത് നോർമലാവും, നോ പ്രോബ്ലം. അപ്പം എന്നും എല്ലാ മാസവും, ഇതെന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു സംഭവമല്ല, എല്ലാ മാസത്തിലും വളരെ റെഗുലർ ആയിട്ട് വരുന്നു. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പീരിയഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ നമ്മളിതിനെ വളരെ കൊളോക്കിയലായിട്ട് മാസം മുറ എന്ന് പറയും. അതായത് മുറയ്ക്ക് വരണം ഈ സംഭവം. അല്ലാതെ ഒരു മാസം വരുന്നു പിന്നെ ഇല്ല, പിന്നെ അടുത്ത മാസം വരുന്നു പിന്നെ കുറേ കാലം ഇല്ല, അങ്ങനെയല്ല. ഇതൊരു റെഗുലാരിറ്റിയിൽ ഫോളോ ചെയ്ത് വരേണ്ട സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം, അതായത് ഡിസ്മെനോറിയ എന്ന് പറയും, ഇതിനെ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കുക വേണം. അതിന് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ് എന്ന് കണ്ട് മനസ്സിലാക്കേണ്ടി വേണം. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഇപ്പോഴും അറിയാത്തൊരു ഇഷ്യൂ ആണ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സൈക്കിൾസ് വരിക. അപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ ആക്ച്വലി നമ്മളിപ്പോൾ എല്ലാവരും റഫ്ലി 28 days എന്ന് പറയും. റഫ്ലി 28 days അല്ല, 28 ± 7 days എന്നാണ് നമ്മൾ പറയുന്നത്. അത് 21 മുതൽ 35 ദിവസത്തിൻ്റെ ഇടയിൽ വരുന്ന പീരിയഡ്സ് എല്ലാം നോർമലാണ്. പക്ഷെ അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇന്ന് 31ാമത്തെ ദിവസം വന്നു, അടുത്ത ദിവസം അത് 26ആയി, പിന്നെ ദിവസം അത് 21ആയി, അങ്ങനെ ഒരു മാറി കളിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ വെരി ഇറഗുലർ. അതും നിങ്ങൾ വൈദ്യസഹായം തേടേണ്ട കാര്യമാണ്. പിന്നെ വരുന്നൊരു കാര്യമാണ് ഓവറായിട്ടുള്ള എന്താ പറയുക ബ്ലീഡിങ്. അപ്പോൾ കുട്ടികളെ എങ്ങനെയാണ് നമ്മളെടുത്ത് പ്രസൻറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അനീമിക് ആയിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും, സ്കൂളിൽ പോകാൻ പറ്റില്ല, കാലിന് ക്രാംസ് വരും, നടക്കാൻ പറ്റില്ല, കൈ കൂച്ചി പിടിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു വരുമ്പോൾ മിക്കവാറും കുട്ടികൾക്ക് ഒരു ഇൻക്രീസ്ഡ് ബ്ലീഡിങ് കാണാറുണ്ട്. അപ്പോൾ ഇത് ഇൻക്രീസ്ഡ് ബ്ലീഡിങ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്പർ ഓഫ് പാഡ് ചേഞ്ച് ആണ്. അത് ആ കുട്ടി ഫസ്റ്റത്തെ ഒരു 3 ദിവസം ആണല്ലോ ഏറ്റവും കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുക. ആ സമയത്ത് എത്ര പാഡ്സ് ചേഞ്ച് ചെയ്യും, ഇപ്പോൾ ഒരു 2 hours എത്ര പാഡ് ചേഞ്ച് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പം കൂടുതലും അത് വരിക നൈറ്റിലായിരിക്കും. അപ്പം നൈറ്റിൽ എങ്ങനെയാണ് വരികയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാഡ് ചേഞ്ച് ചെയ്ത് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് രാത്രി നമ്മൾ ഉണരുകയാണ്, ആ കുട്ടി വളരെ വെറ്റായി എന്ന് തോന്നി ഉണർന്ന് അത് മാറ്റേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ എന്തായാലും ബ്ലീഡിങ് ഓവറാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ വേറൊരു കാര്യമാണ് പ്രസൻസ് ഓഫ് ക്ലോട്ട്സ് എന്ന് പറയും. ക്ലോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടയായിട്ട് ബ്ലഡ് പോവുകയാണെങ്കിൽ അതും ഒരു എന്താ പറയുക കൂടുതൽ ബ്ലീഡിങ്, അതായത് എക്സസ് ബ്ലീഡിങ്ങിൻ്റെ ഒരു സിംറ്റമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വരുന്ന കേസിൽ പെൺകുട്ടികൾ മിക്കവാറും അനീമിക് ആയിരിക്കും, അതായത് അവരുടെ HP വളരെ കുറവായിരിക്കും. അപ്പോൾ അത് അവരുടെ ഹെൽത്തിനെ ഒരുപാട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, എക്സസീവ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അനീമിക് ആയിരിക്കും, അനീമിക് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ നേരത്തെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ എത്ര ദിവസം നമുക്ക് ബ്ലീഡ് ചെയ്യാം, നമ്മൾ പറയുന്നത് 3 to 5 days. 3 to 5 days ബ്ലീഡ് ചെയ്യുന്നത് വളരെ നോർമലാണ്. ചില ആളുകൾ നമ്മളെടുത്ത് വന്ന് പറയാറുണ്ട് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കണ്ടിന്യൂസ് ബ്ലീഡിങ് ആണ്, ത്രൂ ഔട്ട് എ മന്ത് അവർ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആദ്യത്തെ 7 days ഇങ്ങനെ സാധാ ബ്ലീഡിങ് ആയിരിക്കും, പിന്നെ സ്പോട്ടിങ് പോലെ വരാറുണ്ട്. അതൊക്കെ തികച്ചും ഇറഗുലർ ബ്ലീഡിങ് ആണ്. ഇതൊന്നും ഒരിക്കലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മളത് കുഴപ്പമില്ല, അത് സാരമില്ല, ഇപ്പോൾ ഒരു മാസമല്ലേ, നെക്സ്റ്റ് മാസം അത് കറക്റ്റാവും, നെക്സ്റ്റ് മാസം അത് അങ്ങനെ വരികയാണ്, കുഴപ്പമില്ല, ഇതെനിക്ക് അപ്പം നമ്മൾ എപ്പോഴും ഒരു സ്ത്രീകൾക്കുള്ള ഒരു ടെൻഡൻസിയാണ് അത്. നമ്മൾ എന്താ ചെയ്യുക, അടുത്ത നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കും നിനക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു മെഡിസിൻ എഴുതുന്നു. ഓക്കെ, നമ്മൾ ആ മെഡിസിൻ്റെ സ്ട്രിപ്പ് വാങ്ങുന്നു, നമ്മൾ പോയി ഫാർമസിയിൽ പോകുന്നു, അതേ മെഡിസിൻ വാങ്ങുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നു. മനസ്സിലാക്കുക, ഓരോരുത്തരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്.
അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനൊരു എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള കാരണം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആയുർവേദപരമായി പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഓരോ ബോഡിയിലും ഉണ്ടാകുന്ന ചേഞ്ചസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു സിംഗിൾ മെഡിസിൻ്റെ ലേബലിൽ നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കുക ചെയ്യണം ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ. പിന്നെ വരുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് പ്രീ മെൻസ്ട്രൽ ടെൻഷൻ എന്ന് പറയും. അതായത് പെൺകുട്ടികൾക്ക് ഈ പീരിയഡ്സ് ആവുന്നതിൻ്റെ ഒരു 1 വീക്ക് മുന്നേ ആയിട്ട് അവർക്ക് കുറച്ച് ഇറിറ്റേഷനും ചെറുതായിട്ട് ഒരു ബ്രസ്റ്റിലൊക്കെ ഒരു ചെറിയൊരു പെയിനും അതുപോലെ തന്നെ അടിവയറ്റിൽ കുറച്ച് ക്രാംസും കൂടുതലും അതിൽ മൂഡ് സ്വിങ്സ് ആണ് വരുന്നത്. അതായത് ചെറിയ പൊതുവേ കുറച്ചൊരു ദേഷ്യക്കാരിയാണെങ്കിൽ കുറച്ചൊരു ദേഷ്യം വരും. പൊതുവെ കുറച്ചൊരു പാവം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭയങ്കര പാവത്താനായിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടുതലും ഒരു ഡിപ്രഷനിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതൊക്കെ ഇതിൻ്റെയൊക്കെ വില്ലൻ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഇരിക്കുന്ന വില്ലൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി ഹോർമോണൽ ഇംബാലൻസ് ആണ്. അപ്പം നമ്മൾ ഈ സ്ത്രീ സൗഖ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും അതിൽ കുറച്ച് പെൺകുട്ടികൾ ഈ ഒരു ഋതുമതി ഈ ഒരു ഏജ് പറയുമ്പോൾ അതൊരു അഡോളസെന്റ് ഏജ് ആണ്. അപ്പം അതിൽ നമ്മൾ അവരുടെ സൗന്ദര്യത്തെ പറ്റി കൂടെ പറയണമല്ലോ. സൗന്ദര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം ആ ഒരു ടൈമിലാണ് കൂടുതലും പെൺകുട്ടികൾ ഈ സൗന്ദര്യത്തെ പറ്റി കൂടുതൽ ബോധവാന്മാരാവുന്നത്, എപ്പോഴും കണ്ണാടി നോക്കുന്നതും. അപ്പോഴാണ് ഈ വില്ലൻ എന്ന് പറഞ്ഞ പോലെ തന്നെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ വന്നു തുടങ്ങുന്നത് ആ ഒരു ടൈമിലാണ്. ആ ഒരു ചെറിയൊരു ടൈമിൽ അഡോളസൻസ് പീരീഡിൽ കുറച്ച് പിമ്പിൾസ് വരും. അത് മെയിൻലി നിങ്ങളുടെ ആ ഒരു ഹോർമോൺ അതൊന്നും നോർമൽ ആവാത്തത് കൊണ്ടാണ് അത് വരുന്നത്. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ വ്യത്യാസം വരും. പിന്നെ ഓയിലി ആവാതെ സ്കിൻ എപ്പോഴും സൂക്ഷിക്കുക. പിന്നെ പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് അവരുടെ ഡയറ്റിനെ പറ്റിയിട്ടാണ്. ഓയിലി ആയിട്ടുള്ള ഫുഡ്, ഇങ്ങനത്തെ പിമ്പിൾസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫുഡെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അല്ലാതെ നമ്മൾ കൂടുതൽ വെജിറ്റബിൾസ് ആയിട്ടും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ വരുന്നൊരു വേറെ ഇഷ്യൂ ആണ് പെൺകുട്ടികൾ വരുന്ന നമ്മുടെ അടുത്ത് പറയുന്ന ഹെയർ ഫോൾ. അതൊരു ഇപ്പോൾ ഒരു നോർമലാണ്, മിക്കവാറും എല്ലാവരുടെയും പ്രോബ്ലമാണ് ഹെയർ ഫോൾ. ഇപ്പം നമ്മൾ പറഞ്ഞു അനീമിക് ആവാൻ കുട്ടികൾ, അനീമിയ ഉള്ള കേസിൽ ഹെയർ ഫോൾ ഉണ്ടാവും. പിന്നെ ഇന്നത്തെ ഒരു വലിയൊരു വില്ലൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളുടെയും നമ്മൾ കഴുത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു വീണിരിക്കുന്നത് കാണാം. അതായത് തൈറോയിഡ് ഗ്രന്ഥി വളരെ കോൺസ്പിക്വസ് ആണ്. അപ്പോൾ അതെന്താണ് അതിൻ്റെ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി പറയാനുള്ളത് നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മൾ അതെങ്ങനെ കഴിക്കുന്നു എന്നുള്ള ക്വാളിറ്റിയുമാണ്. കാരണം ചില ആളുകൾ എന്ത് ചെയ്യും, വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും ഇഷ്ടമല്ല. കാരണം രാവിലെ 7 മണിക്ക് ട്യൂഷന് പോയി നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഹിസ്റ്ററിയാണ്. ട്യൂഷന് പോയി 9 മണിക്ക് നേരെ ക്ലാസ്സിൽ പോകും. ക്ലാസ്സിൽ പോയിട്ട് എന്ത് കഴിക്കും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഡോക്ടർ ഒന്നും കഴിക്കില്ല, രാവിലെ ആകുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കും. അങ്ങനെ പോയി 9 മണിക്ക് ക്ലാസ്സിൽ കയറി അങ്ങനെ 11 മണിക്ക് ഒരു ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്കിന് അങ്ങനെ പോയി ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും ഒന്ന് കഴിച്ച് എന്താ കഴിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഒരു പഴംപൊരി ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ബോണ്ട ആയിരിക്കാം. എല്ലാം ഓയിൽ എടുത്ത് കിട്ടുന്നതായിരിക്കും. നമുക്കറിയില്ല അവർ ഓയിൽ എന്തെങ്കിലും മാറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്ന ഓയിൽ തന്നെ ഇട്ട് വറുത്തിട്ടാണോ തരുന്നത്, നമുക്കതൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ടിഫിനിലുള്ള ഫുഡ് മിക്കവാറും അമ്മമാർ പറയും കഴിക്കില്ല, അത് പകുതിയായി ഇങ്ങോട്ട് കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഈവനിങ് ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ പറയില്ലേ എന്താ പറയുക ബേക്കറി കയറുന്നു, എന്തെങ്കിലും ജങ്കായിട്ട് എന്തെങ്കിലും കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ബർഗർ കഴിക്കുന്നു. ഇതൊക്കെ ഒരു ഡെയിലി റുട്ടീനായി വരുമ്പോഴേക്ക് എന്താണ് പ്രോബ്ലം ഉണ്ടാവണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഡെയിലി നിങ്ങളുടെ റുട്ടീനായിട്ട് വരുമ്പോഴേക്ക് ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിലെ കൊഴുപ്പ് കൂടും. കാരണം നമ്മുടെ കുട്ടികൾക്ക് എക്സസൈസ് ഇല്ലല്ലോ. രാവിലെ ആകുമ്പോൾ ട്യൂഷൻ ഓടുന്നു, സ്കൂളിലേക്ക് ഓടുന്നു, അതുപോലെ തിരിച്ചു ഓടുന്നു. ഈ ഒരു ബസ്സിലുള്ള പോക്ക് അല്ലെങ്കിൽ ഇത് മാത്രമാണ് അവർക്ക് നമ്മൾ എക്സസൈസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്. അപ്പോൾ പേരൻസിനോട് അവർക്ക് എക്സസൈസ് ഇല്ല എന്ന് പറയുമ്പോൾ അവരിനെ അത്ഭുതപ്പെടും. അയ്യോ ഡോക്ടർ എക്സസൈസ് ഉണ്ടല്ലോ, അവർ രാവിലെ ആകുമ്പോൾ ബസ്സിലല്ലേ പോകുന്നത്, അതൊരു എക്സസൈസ് അല്ലേ? അതൊരിക്കലും ഒരു എക്സസൈസ് അല്ല. കാരണം നമ്മൾ ഇന്നൊരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു 30 കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ 20 കുട്ടികൾക്കും ഭയങ്കര വണ്ണമാണ്. അതെന്താണ് കാരണം? ഈ ഒരു പ്രവണത ഇപ്പം അടുത്ത കാലത്തേ ഉള്ളൂ. ഇതിന് തൊട്ട് മുൻപുള്ള നിങ്ങൾ ക്ലാസ്സുകളിൽ പോയി നോക്കൂ, എല്ലാ കുട്ടികളും വളരെ ലീനാണ്. ഇപ്പം അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ്. കുട്ടികൾ മിക്കവാറും അമിതവണ്ണമാണ്. എന്താ കാരണം? കാരണം അവർക്ക് എക്സസൈസസ് ഒന്നുമില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ആസ് എ പേരൻറ്റ് എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പോഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് മസ്റ്റായിട്ട് കൊടുക്കണം. അതുകൂടെ തന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്താ പറയുക ഈ ചെറുപയർ ധാന്യവർഗ്ഗങ്ങൾ നിറയെ കഴിപ്പിക്കുക. അതുപോലെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് ഒരുപാട് കഴിപ്പിക്കുക. ഇങ്ങനത്തെ ചിക്കൻ റെഡ് മീറ്റിനോടൊക്കെ വല്ലാതെ താല്പര്യം ഉണ്ടാവും. ബിക്കോസ് നാക്കിന് അതാണ് രുചി. ബിക്കോസ് ഫാറ്റ് ഓൾവേസ് ഗിവ്സ് ടേസ്റ്റ്.
അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്ക് അതിനോട് ഇൻക്ലൈൻ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ മയോണൈസ് ഒക്കെ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് എന്നും ബ്രെഡിൽ തേച്ച് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു ആഹാര രീതിയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ബോഡിയിലുള്ള ആ സ്ത്രീ ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങളെ വളരെയധികം നെഗറ്റീവായി ബാധിച്ചു. ഒരു പുരുഷൻ്റെ ബോഡി എങ്ങനെയാണോ അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു വലിയൊരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഇപ്പോൾ എല്ലാ പേരും കൊണ്ടുവരുന്ന ഒരു സ്കാൻ റിപ്പോർട്ടിലുണ്ടാവും പ്രസൻസ് ഓഫ് സ്മോൾ സിസ്റ്റ് ഇൻ ദ ഓവറി എന്ന് പറയും. അതായത് നമ്മൾ ഒരു കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകളുടെ ഒരു വലിയൊരു നെക്ലസ് പോലെ കിടക്കുന്ന ഒരു സംഭവമാണ് ഓവറീസിന്. അതിന് നമ്മൾ PCOS എന്ന് പറയും, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം. അതൊരു സിൻഡ്രമാണ്, ഒരു ഡിസീസ് അല്ല. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സിൻഡ്രമാണ്. അതായത് അത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ കൂടെ വരും നമുക്ക്. അതായത് ഒരുപാട് ആളുകൾ കൂടെ വരും എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് കൂടെ വരും. അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ പറയും പിഗ്മെന്റേഷൻ, ഫേസിൽ ഒരുപാട് പിഗ്മെന്റേഷൻ വരുന്നു മാഡം, ഇതുപോലെ ഹിർസ്യൂട്ടിസം എന്ന് പറയും. അതായത് ഇങ്ങനെ മീശ ഇന്റർകണക്ട് ചെയ്തിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ബിയർഡ് ഫോർമേഷൻ. അതിനെയാണ് ചെറുതായിട്ട് ഹെയർസ് കാണും നല്ലോണം പ്രോമിനൻ്റ് ആയിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹിർസ്യൂട്ടിസം എന്ന് പറയാം. ഇതൊക്കെ ഇതൊക്കെ ശരിക്കും PCOSലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഹോർമോണൽ ഇംബാലൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അലാമിംഗ് സൈനാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് എല്ലാം കൂടുതൽ ഓപ്പൺ ചെയ്യാനുള്ള കാരണമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, നമ്മുടെ കയ്യിലുള്ള ടീനേജേഴ്സിനെ നമ്മൾ എങ്ങനെ അവർക്ക് ഫുഡ് കൊടുക്കുന്നു, എങ്ങനെ അവർ ടേക്ക് കെയർ ചെയ്യുന്നു, അവർക്ക് എങ്ങനെ ഇങ്ങനത്തെ ഈ ഫുഡ് കൾച്ചർ നമ്മൾ പറയില്ലേ, അത് നമ്മളൊന്ന് മാറ്റേണ്ടിയിരിക്കും. നമ്മുടെ ഫുഡ് കൾച്ചർ വളരെ നല്ലൊരു ഫുഡ് കൾച്ചറായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് അറബിക് ആയിട്ടുള്ള ഫുഡ്, കുറച്ച് ഇറ്റാലിയൻ ആയിട്ടുള്ള ക്യുസീൻ എല്ലാം കൂടെ ചേർന്ന്, കുറച്ച് ചൈനീസ് എല്ലാം കൂടെ ചേർന്ന് നമ്മൾ എന്താണ് നമ്മുടെ ഫുഡിൽ നിന്ന് നമ്മൾ മാറിപ്പോയിരിക്കുകയാണ്. ചെറുപയറൊന്നും കഴിക്കുന്ന കുട്ടികൾ വളരെ വളരെ റെയറാണ്. പക്ഷെ ചെറുപയറിൻ്റെയൊക്കെ ഉള്ള ഒരു ന്യൂട്രീഷ്യസ് വാല്യൂ നിങ്ങൾക്ക് എന്ത് കഴിച്ചാലും കിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ ഹോർമോണൽ ആയിട്ടുള്ള ഇഷ്യൂസാണ് ഈ മുടി കൊഴിച്ചിൽ, ഇതൊക്കെ വരുന്നത് കൂടുതലും ഹോർമോണൽ ആയിട്ടുള്ള ഇഷ്യൂസാണ്. പിന്നെ വരുന്നത് ഡാൻഡ്രഫ് ഒരു വലിയ ഇഷ്യൂ ആണ്. കാരണം പെൺകുട്ടികളിൽ നിന്നിപ്പോൾ ഒരുപാട് ഷാംപൂസിൻ്റെ നമുക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കാണാം. നമ്മളെപ്പോഴും വളരെ ക്യൂരിയസ് ആണ്, അത് ഉപയോഗിച്ചിട്ട് അവരുടെ മുടിയിൽ ഡാൻഡ്രഫ് പോയി. അപ്പോൾ എന്തുകൊണ്ട് നമുക്കതൊന്ന് ട്രൈ ചെയ്തിട്ട്, അപ്പോൾ എന്താ വെച്ചാൽ മിക്കവാറും വീക്ക്ലി എന്ത് ചെയ്യും, ഷാംപൂസ് മാറ്റി യൂസ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആവും. ഡാൻഡ്രഫ് 2 ടൈപ്പ് ഉണ്ട്. സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ഡാൻഡ്രഫിൻ്റെ തുടക്കം വരുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഓയിലൊക്കെ കൊടുക്കാറുണ്ട്. മിക്കവാറും അതിന് പറ്റിയതായിട്ടുള്ള ഓയിൽ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ തേച്ച് ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴേക്കും ക്ലിയർ ആയി വരാറുണ്ട്. പിന്നെ നമ്മൾ പോവാണ് ഈ ഒരു ഏജ് വിട്ട് നമ്മൾ പിന്നീട് അങ്ങോട്ട് പോകുന്നത് ഒരു 40s 50s നമ്മൾ കൂടുതലായിട്ടുള്ള അടുത്തൊരു ടെൻഷൻ ഏകിനി വരുന്ന ഒരു ഏജാണ്. അതായത് 40s to 50s ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർക്ക് മെനോപോസ് ആവുകയാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ഹോർമോൺസിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം കഴിഞ്ഞ് അത് ഇപ്പോൾ അങ്ങോട്ട് സീസ് ചെയ്യാൻ പോകണം. അത് നമ്മൾ പറയുന്നത് ജീവിതത്തിന്റെ ലാസ്റ്റ് അല്ല, പക്ഷെ ഒരു സ്ത്രീത്വത്തിന്റെ ലാസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ആ സ്ത്രീ ഹോർമോൺസിന്റെ ഏറ്റവും സീസിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് മെനോപോസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ഈ ഒരു സമയം ഒരു 40s 50s എന്നൊക്കെ പറയുമ്പോൾ ലേഡീനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും. കാരണം മക്കളൊക്കെ വലുതായിട്ടുണ്ടാവും, അവരുടെ സ്റ്റഡീസിന്റെ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പെൺകുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ മിക്കവാറും അവർക്കൊരു കല്യാണ പ്രായം അങ്ങനത്തെ ഒരു ടെൻഷനുള്ള സമയമായിരിക്കും. പിന്നെ അതുപോലെ ഓഫീസിലാണെങ്കിൽ ഒരു സീനിയർ പോസ്റ്റിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് പ്രഷർ എല്ലാം കൂടെ ഉണ്ടാവും. ഇതെല്ലാം വന്ന് ലാസ്റ്റ് വരുന്നത് ഫാമിലിയിലായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ഫ്രിക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫാമിലിയിൽ എപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഫ്രിക്ഷൻ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി ആ ഒരു അവരുടെ ആ ഹോർമോണിന്റെ പ്രോബ്ലം കൊണ്ടാണ്. കാരണം ആ സമയത്ത് ആ സീസ് ചെയ്യുന്ന അവസ്ഥയിൽ ഇതൊന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതായത് വലിയൊരു റെഗുലർ ആയിരിക്കില്ല, പീരിയഡ്സ് റെഗുലർ ആയിരിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ മേലൊക്കെ ഹോട്ട് ഫ്ലഷസ് വരും. പിന്നെ എന്താ പറയുക, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മെനാർക്കിയെക്കാട്ടിലും കൂടുതൽ ഒരു വിഷമമുള്ള ഒരു കാലഘട്ടമാണ് ഈ മെനോപോസ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചൂട്, മേലൊക്കെ ഒരുപാട് സഹിക്കാൻ പറ്റാത്ത ചൂട് വരും. അപ്പോൾ അതെല്ലാം കൂടി ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ പോലെയാണ്. അതിങ്ങനെ എപ്പോഴും പ്രഷർ കൂടി കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൗൺസിലിംഗ് ആണ്. കാരണം നമുക്ക് എന്തൊക്കെ വരും, ഈ ഒരു മെനോപോസിന്റെ സമയത്ത് നമുക്ക് എന്തൊക്കെ വരും നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് ഒരു ആൻസൈറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഇതൊക്കെ വരുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. ഇത് നമ്മൾ എന്താ വെച്ചാൽ കൂടുതൽ പേരും അറിയില്ല എന്തൊക്കെയാണ് മെനോപോസിന്റെ പ്രശ്നങ്ങൾ. ഇപ്പം നമ്മൾക്ക് ഒരുപാട് ആരോഗ്യ മാസിക പോലത്തെ ഒരുപാട് റൈറ്റപ്സ് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ എന്താ പറയുക, നമ്മുടെ കാര്യത്തെ പറ്റി സ്ത്രീകൾ എപ്പോഴും ഒരു ഉപേക്ഷിക്കുന്ന ഒരു നേച്ചറാണല്ലോ. അത് സാരമില്ല, പിന്നെ ചെയ്യാം,
അല്ലെങ്കിൽ അത് കുഴപ്പമില്ല, എൻ്റെ കാര്യമില്ല, അത് പോട്ടെ, പിന്നെ നമുക്ക് ഇത് ആദ്യം നോക്കാം എന്നുള്ളൊരു ടെൻഡൻസി ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഇതുവരെ കഴിച്ചിരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും, കുറച്ച് കൂടുതൽ ഫൈബ്രസ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ എന്താ പറയുക, കുറച്ച് ന്യൂട്രീഷ്യസ് കോഷ്യൻ്റ് ഫുഡിൽ കുറച്ച് കൂട്ടേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, കുറച്ച് എക്സസൈസ് ഒരു 15 മിനിറ്റ് ചെയ്താൽ മതി. ചെറുതായിട്ടുള്ളൊരു മൈൽഡായിട്ടുള്ളൊരു എക്സസൈസ് ഒക്കെ വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ബോഡിക്ക് എന്താ പറയുക, എക്സസൈസ് നമ്മുടെ ബോഡിക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബ്രീതിങ് എക്സസൈസസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്ങനെ എന്തൊക്കെ ചെയ്യാം, നമ്മൾ യോഗ പരമായി കുറച്ച് പോസ്റ്റേഴ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്, കുറച്ച് എന്താ പറയുക ബ്രീതിങ് എക്സസൈസസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് ഡിഫറൻസസ് കാണാറുണ്ട് ഇവരിൽ, ഒരുപാട് ഹാപ്പി ആവാറുണ്ട് ഇവർ. കാരണം ചെറിയ എക്സസൈസ് ചെയ്യുമ്പോഴേക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജോയിൻസ് എല്ലാം കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എത്തും. മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ സ്റ്റെപ്പ് ഓടിച്ചാടിക്കാറാൻ പറ്റും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പറയും പറ്റുന്ന ആളുകളോട്, മേലെ എണ്ണ തേച്ച് കുളിക്കാൻ, അങ്ങനെയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യുമ്പോഴേക്ക് ഒരുപാട് എണ്ണ തേച്ച് കുളി ആയുർവേദത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഭാഗത്തും മസാജ് ചെയ്ത് തേക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു റെജുവനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിവൈവലാണ് ആക്ച്വലി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് മനസ്സിന് തന്നെ ഒരുപാട് ഹാപ്പി ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഈ ഒരു മാനസികവും ശാരീരികവുമായ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം ഏതൊരു ഫാമിലിയിലായാലും ഏതൊരു മേഖലയിലായാലും സ്ത്രീയാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇന്നും നമ്മൾക്ക് അറിയില്ല, ഒരുപാട് അവരുടെ ഇപ്പോൾ ഫാമിലിക്കായാലും വലുതായിട്ട് അറിയില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തെ പറ്റി കൂടുതൽ അവെയർ ആവാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ അവെയർ ആവുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരെയും അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതിരിക്കുക, എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുക.